നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുന്നതിനും അവിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികരുടെ ജീവന് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി അത്യാധുനിക അതിർത്തി സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നു. പ്രതിരോധ രംഗത്തെ പ്രമുഖ കമ്പനിയായ പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് ബോർഡർ ഡിഫൻസ് സിസ്റ്റം അഥവാ BDS എന്ന സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. അതിർത്തി നിരീക്ഷണവും പ്രതികരണശേഷിയും കൂടുതൽ ഫലപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരീക്ഷണം, ആയുധങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയെ ഒരൊറ്റ ശൃംഖലയിലേക്ക് കോർത്തിണക്കുന്നതാണ് പദ്ധതി. കഠിനമായ കാലാവസ്ഥയിലും ശത്രുവിൻ്റെ വെടിയുണ്ടകൾക്ക് മുന്നിലും ജീവൻ പണയം വെച്ച് കാവലിൽ നിൽക്കുന്ന സൈനികരുടെ അപകട സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ഈ പുതിയ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പൂർണ്ണമായും സ്വയം പ്രവർത്തിതവും വിദൂര നിയന്ത്രിതവുമായ സുരക്ഷാ സംവിധാനങ്ങളിലേക്കുള്ള ആഗോള ചുവടുവയ്പ്പിന് അടിവരയിടുന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ നേട്ടം. ഈ പ്രതിരോധ സംവിധാനത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, നിരീക്ഷണ യൂണിറ്റ്. അതിർത്തിയിലെ ചെറുചലനങ്ങൾ പോലും തത്സമയം കണ്ടെത്താൻ സഹായിക്കുന്ന സെൻസർ ശൃംഖല അടങ്ങിയതാണിത്. രണ്ടാമതായി, ആയുധ യൂണിറ്റ്. സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് ശത്രുവിനെ നേരിടാൻ സഹായിക്കുന്ന അത്യാധുനിക വെപ്പൺ സ്റ്റേഷനാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നിയന്ത്രണ സംവിധാനമാണ് മൂന്നാമത്തേത്. ഇവയെല്ലാം ഏകോപിപ്പിക്കുന്ന കമാൻഡ് യൂണിറ്റാണിത്. കേന്ദ്രീകൃത കൺട്രോൾ റൂമിലിരുന്ന ഓപ്പറേറ്റർമാർക്ക് അതിർത്തിയിലെ തത്സമയ സാഹചര്യങ്ങൾ വിലയിരുത്താനും സൈനികരെ നേരിട്ട് അപകടത്തിലേക്ക് തള്ളിവിടാതെ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ശത്രുക്കൾക്കെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് സുരക്ഷ നൽകുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അതിർത്തി സുരക്ഷാ സംവിധാനമാണിതെന്ന് പാരാസ് ഡിഫൻസ് വ്യക്തമാക്കുന്നു. അതിർത്തിയിലെ തരിശു ഭൂമികൾ, കഠിനമായ പർവ്വതനിരകൾ, നുഴഞ്ഞുകയറ്റ ഭീഷണി നിലനിൽക്കുന്ന നദീതീരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഒരുപോലെ വിന്യസിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സംശയകരമായ നീക്കങ്ങളും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് ഇതിലെ നിരീക്ഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂർ കാവൽ നിൽക്കുന്നതിനായി വലിയ തോതിൽ സൈനികരെ വിന്യസിക്കേണ്ടി വരുന്ന സാഹചര്യം കുറയ്ക്കാൻ ഈ സെൻസർ ശൃംഖല സഹായിക്കും. ഇതിൻ്റെ വെപ്പൺ സ്റ്റേഷനെക്കുറിച്ചുള്ള കൃത്യമായ സാങ്കേതിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിദൂര നിയന്ത്രിത ഘടനയായതിനാൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ശത്രുക്കളെ നേരിടാൻ ഇത് സുരക്ഷാ സേനയെ പ്രാപ്തമാക്കും. സ്നൈപ്പർ ആക്രമണങ്ങൾ, തീവ്രവാദ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ എന്നിവ നേരിടാൻ ഈ സംവിധാനം ഏറെ പ്രയോജനകരമാണ്. ബോർഡർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റാണ്. നിരീക്ഷണ ദൃശ്യങ്ങൾ വിലയിരുത്താനും ഭീഷണികൾ മനസ്സിലാക്കാനും തത്സമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഓപ്പറേറ്റർമാരെ സഹായിക്കുന്നത് ഈ യൂണിറ്റാണ്. പൂർണ്ണമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ സംവിധാനം രാജ്യത്തിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ ഊർജ്ജമാണ് പകരുന്നത്. സെൻസറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, ആയുധങ്ങൾ എന്നിവയെ ഒരൊറ്റ ശൃംഖലയിലേക്ക് സംയോജിപ്പിക്കുന്നതിലൂടെ ഭീഷണികളോട് അതിവേഗം പ്രതികരിക്കാനും മൊത്തത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. നിലവിൽ ഈ സംവിധാനത്തിൻ്റെ വിപുലമായ ഫീൽഡ് ട്രയലുകൾ അതിർത്തികളിൽ പുരോഗമിക്കുകയാണ്. പരീക്ഷണഘട്ടത്തിലെ പ്രകടനം തൃപ്തികരമാണെന്നാണ് കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും വർഷങ്ങളിൽ ഇത് അതിർത്തികളിൽ വ്യാപകമായി വിന്യസിക്കും. സൈനിക പ്രാധാന്യത്തിനപ്പുറം വലിയൊരു ബിസിനസ് സാധ്യതയും ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അടുത്ത 5 മുതൽ 7 വർഷത്തിനുള്ളിൽ ആഭ്യന്തരമായി മാത്രം ഏകദേശം 4000 യൂണിറ്റുകളുടെ ആവശ്യകത ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ കയറ്റുമതി സാധ്യതകൾക്ക് പുറമെ അതിർത്തി സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന മറ്റ് വിദേശ രാജ്യങ്ങളും ഭാവിയിൽ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കളായി മാറാനും സാധ്യതയുണ്ട്.